ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സീൻ നമ്പർ 1. കാലത്ത് തന്നെ 2 ഓപ്ഷൻസുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന ചേട്ടൻ. ഇതിൽ നിന്ന് ഞാൻ എടുത്ത പേപ്പർ പീസ് ആ കവാന്ന് എഴുതിയിരിക്കുന്നതാണ്. മുൻപൊക്കെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ മഴയൊന്നും ഇല്ലാതിരുന്നാൽ മതിയെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ നമ്മളീ പോകുന്നത് കവയിലേക്കാണല്ലോ, അപ്പം മഴ ഉറപ്പായിട്ടും വേണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. മലമ്പുഴ എത്താറായപ്പോൾ അതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഈ ഒരു സ്പോട്ട് ഞങ്ങൾ കണ്ടു. നല്ല മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റും കാണാനും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. കുറച്ച് ഞങ്ങൾ മേളിലേക്ക് കയറി. മേളിൽ നിന്ന് താഴത്തേക്കുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. അവിടെ കുറച്ച് നേരം നിന്ന ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്തു. ആനക്കല്ല് വഴിയാണ് പോകുന്നത്. നല്ല മഴക്കോളുണ്ട് എന്നല്ലാതെ മഴ പെയ്യുന്നില്ലായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം. പിന്നെ കുറച്ചുകൂടെ പോയപ്പോൾ ഞങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടായിരിക്കും ചെറുതായിട്ടൊരു ചാറ്റൽ മഴ വന്നുപോയി. മഴ വന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് സെറ്റായി. ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി ഞങ്ങൾക്ക് തെറ്റി. മഴ ഞങ്ങളെ ചതിച്ചു. മഴ നിന്നു ഗായ്സ്. ആക്ച്വലി ഈ വഴികളൊക്കെ ചേട്ടനെ അറിയുമോ എനിക്കറിയില്ല. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ 2 ഭ്രാന്തന്മാരെ പോലെ ഞങ്ങൾ സഞ്ചരിച്ചു കുറേ ദൂരം. അവസാനം ആരോടൊക്കെയോ വഴി ചോദിച്ച് ഈ ഒരു സ്പോട്ടിൽ എത്തിപ്പെട്ടു. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. ദൂരത്തേക്ക് നോക്കുമ്പോൾ തന്നെ കോട ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ മേളിൽ കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് പിക്സ് എടുക്കാനായിട്ട് ഞാൻ പോയി നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ 2 സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. അതും പറഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങി വരികയാണേ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചുകൂടെ പോയപ്പോൾ ഒരു പാലം കണ്ടു. അവിടെ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ നല്ല ഫ്രഷ് മീൻ പിടിച്ചിട്ട് 150 രൂപയ്ക്ക് വിൽക്കുന്നുണ്ട്. ഞങ്ങൾ അത് നോക്കാനായിട്ട് ആ സൈഡ് കണ്ട ഒരു കുഞ്ഞു വഴിയിലൂടെ ഇറങ്ങി അങ്ങോട്ട് പോയി. കുറേ പേരത് നോക്കാനും വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നോക്കി ഇവിടെ നിന്നു. പക്ഷെ അധിക നേരം നിൽക്കാൻ പറ്റില്ല. വെള്ളത്തിൻ്റെ അടിയൊഴുക്ക് കാരണം നമ്മൾ വെള്ളത്തിലേക്ക് വീഴുന്ന ഫീല് വരും. അവിടെ നിന്ന് മേലെ കയറിയപ്പം ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ലോണം കോട ഇറങ്ങുന്നുണ്ട് ഇപ്പം തന്നെ. എനിക്ക് ഈ സമയമായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചായ ക്രേവിങ് വരും. കാരണം എന്നും 4 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ചായ കുടിക്കാൻ പോകുന്ന സമയമാണ്, ഒന്ന് റിലാക്സ് ആവാനായിട്ട്. എന്നും ചായ കുടിക്കാത്ത ചേട്ടനാണെങ്കിലോ ഇന്ന് ചായ വേണം. അങ്ങനെ ഞങ്ങൾ മുളക് ബജിയും വാഴയ്ക്ക ബജിയൊക്കെ വാങ്ങിച്ച് ചായ കുടിച്ചേ. അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി ഗൈസ്. ഇവിടെ 2-3 ഊഞ്ഞാലൊക്കെ ഉണ്ട്. പക്ഷേ അതിലെങ്കിലും കയറണമെങ്കിലും നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. അതാണ് അവസ്ഥ. അപ്പോഴാണ് മഴ പെയ്തത്. ഓടിപ്പോയി വണ്ടിയിൽ നിന്നും ചേട്ടൻ കോട്ട് എടുത്തിട്ട് വന്നേ. ഇനിയാണ് പഴശ്ശിയുടെ കളികൾ കമ്പനി കാണാനിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒന്ന് സന്തോഷമായത്. പിന്നെ ആ കോട്ട് വലിച്ചു കയറ്റിയിട്ട് കുറേ വീഡിയോസ് അങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണെങ്കിൽ ഊഞ്ഞാലിൻ്റെ പരിസരത്ത് ഒരാൾ പോലും ഇല്ല. ഞാൻ പോയി അതിൽ കയറിയിരുന്നു. സീറ്റ് നല്ലോണം സ്ലിപ്പ് ആവുന്നുണ്ട് മഴയായതിനെ കൊണ്ട്. സത്യം പറഞ്ഞാൽ മഴ വന്നപ്പോൾ കുറേ പേര് മേലെ കയറി മാറുന്നു. ഞങ്ങളെപ്പോലെ പ്രാന്തുള്ള കുറച്ച് പേര് മാത്രമാണ് തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായത്. ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു. പിന്നെ വരുമ്പോൾ തന്നെ നോക്കി വെച്ചൊരു സ്പോട്ട് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അവിടെ നിന്നും കുറച്ച് പിക്സും വീഡിയോസും എല്ലാം എടുത്ത ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ് ഗൈസ്. വണ്ടിയിലിരുന്ന് ഫോണിങ്ങനെ നോക്കിയപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. നേരത്തെ ഞാൻ ചേട്ടന് എടുത്തു കൊടുത്ത ചില വീഡിയോസ് ഒന്നും റെക്കോർഡല്ലായിരുന്നു. ഇതറിഞ്ഞാൽ ആളഞ്ഞ പന്നിക്കിടും എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ തന്ത്രപരമായി വണ്ടി ഒരു സ്ഥലത്ത് നിർത്തിച്ച ശേഷം വീണ്ടും വീഡിയോസ് എടുത്തു. ഞങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ കണ്ട് ഞങ്ങൾ ട്രൈപോഡിന് പോലും സഹിച്ചില്ല. അത് പലവട്ടം താഴത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. ഇവിടെ ഒന്നും അധികം വണ്ടികൾ ഉണ്ടായില്ല. ഞാൻ വണ്ടി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ചേട്ടൻ അത് മാത്രം സമ്മതിച്ചില്ല. അവിടെ നിന്ന് വണ്ടി എടുത്ത് നേരെ മലമ്പുഴ ഗാർഡനിലെത്തി. ഗാർഡനിൽ കയറാനുള്ള സമയമില്ല. തൽക്കാലം റോപ്പ് വേയിൽ ഒന്ന് കയറാമെന്ന് കരുതി. ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കുമ്പോൾ മുതൽ ഞാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാളെ ശ്രദ്ധിക്കുകയായിരുന്നു. ക്രൈം ഫയൽ സീസൺ 1 ആക്ട് ചെയ്തിട്ടുള്ള ഷിജു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള ചേട്ടനെ കണ്ടു. ഞാൻ ചേട്ടനെ ആളെ കാണിച്ചു കൊടുത്തെങ്കിലും അത് പുള്ളിയൊന്നും ആയിരിക്കില്ല എന്നാണ് ചേട്ടൻ പറയുന്നത്. പിന്നെ ഞങ്ങൾ റോപ്പ് വേയിൽ കയറി. ഡാം തുറന്നു വിട്ടതിനെ കൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ദൂരെ നിന്ന് കാണുമ്പോൾ വെള്ളം വീഴുന്നതായിട്ട് തോന്നില്ല. സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നത്. എനിക്കാണെങ്കിൽ ചേട്ടൻ ഈ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഫോൺ എങ്ങാനും വെള്ളത്തിലേക്ക് വീഴുമോന്നായിരുന്നു എൻ്റെ പേടി. മാത്രമല്ല റീസെൻ്റായിട്ട് ഫൈനൽ ഡെസ്റ്റിനേഷൻ മൂവി കണ്ടതുകൊണ്ട് അതുപോലുള്ള കുരുത്തം കെട്ട ചിന്തകൾ വേറെ. ഞാനിതിനു മുന്നേ 2-3 വട്ടമൊക്കെ റോപ്പ് വേയിൽ കയറിയിട്ടുള്ളൂ. അതാണെങ്കിൽ ഇങ്ങനെയുള്ള പെരുമഴക്കാലത്തൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വ്യൂന്ന് വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കൊക്കെ ആദ്യമായിട്ട് കാണുക. എത്രയും പെട്ടെന്ന് ഇതൊന്ന് കഴിഞ്ഞ് നമ്മളുടെ സ്ഥലത്തെത്തിയാൽ മതി എന്നായിരുന്നു മനസ്സിൽ മുഴുവൻ. വേറെ ഏത് ഭാഗത്തൊന്നും വലുതായിട്ട് പേടി തോന്നില്ല. ഈ വെള്ളത്തിൻ്റെ മേളിൽ എത്തുമ്പോഴാണ് മനസ്സിനൊക്കെ ഒരു പേടി. ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്നതിൽ കുറച്ച് പേരൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് വരുന്നുണ്ട്. അവരൊന്നും ചുറ്റുപാടിലേക്കോ താഴത്തേക്കോ ഒന്നും നോക്കുന്നില്ല. മൊബൈലിൽ സ്ക്രോൾ ചെയ്തിരിക്കുക. ഇങ്ങനെ റോപ്പ് വേന്ന് താഴത്തിറങ്ങിയ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷിജു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആ ചേട്ടനെ ഞങ്ങൾ വീണ്ടും കണ്ടു. ഞങ്ങൾ ചിരിച്ചപ്പോൾ പുള്ളിയും തിരിച്ച് ചിരിച്ചേ. അങ്ങനെ ചേട്ടൻ പോയി സംസാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.